കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പൊരുക്കങ്ങൾ സജീവമായി മുന്നേറുന്നു. തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനായി ഹൈക്കമാൻഡ് നിയോഗിച്ച മധുസൂദൻ മിസ്ത്രി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് കേരളത്തിലെത്തും. ഇവർ DCC നേതൃത്വങ്ങളുമായും KPCC ഭാരവാഹികളുമായും ചർച്ച നടത്തി ഈ മാസം പകുതിയോടെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കാൻ ലക്ഷ്യമിടുന്നു. ബേപ്പൂർ മണ്ഡലത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പാലക്കാട് ജില്ലയിൽ 7 സീറ്റുകൾ തങ്ങൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. പാലക്കാട് സീറ്റിൽ ജില്ലാ പ്രസിഡന്റ് ജയഘോഷിനെ മത്സരിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം. അതേസമയം കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളിലും മത്സരിക്കുമെന്ന നിലപാടിലുറച്ച് കേരള കോൺഗ്രസ്. എന്നാൽ ഇതിൽ 4 സീറ്റുകളായ ഇടുക്കി, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, കുട്ടനാട് ഏറ്റെടുക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. ലീഗുമായി സീറ്റ് വെച്ചുമാറ്റത്തിൽ ഏകദേശ ധാരണയായി. കളമശ്ശേരിക്ക് പകരം കൊച്ചി സീറ്റും താനൂരിന് പകരം തവനൂരും പരസ്പരം മാറാൻ സാധ്യത. കൊല്ലം സീറ്റിനായി RSP സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും കോൺഗ്രസ് വിട്ടുനൽകാൻ തയ്യാറായിട്ടില്ല. അതേസമയം LDF സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ കടക്കപ്പുറത്ത് എന്ന പേരിൽ ഡിജിറ്റൽ ക്യാമ്പയിനും വെബ്സൈറ്റും പുറത്തിറക്കി. സർക്കാരിനെതിരായ കുറ്റപത്രവും ഇതിലൂടെ ജനങ്ങളിലെത്തിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന രാഷ്ട്രീയ പ്രചാരണ ജാഥ ഫെബ്രുവരി 6-ന് ആരംഭിക്കും. അതുപോലെ പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ പരിഹരിച്ചതായും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശശി തരൂർ സജീവമായി മുന്നിലുണ്ടാകുമെന്നും നേതൃത്വം അറിയിച്ചു. അതേസമയം ഇന്ന് നിയമസഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഏറ്റുമുട്ടി. സഭാ നടപടികൾ തടസ്സപ്പെടുകയും സ്പീക്കർ സഭ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനാവശ്യ ഇടപെടൽ ഉണ്ടാകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അന്വേഷണം കാര്യക്ഷമമല്ലാത്തതിനാലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് SIT അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ട് പോയതെന്നും സഭയ്ക്കകത്തും പുറത്തും സമരം കടുപ്പിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. Like, share, subscribe.